കേരളം ഉൾപ്പെടെ 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപനം ഉടനെയുണ്ടാകും. നാളെയാണ് ബംഗാൾ SIRൽ അപ്പീൽ സമർപ്പിക്കാനുള്ള അവസാന സമയം. ഇതിന് പിന്നാലെ തീയതി പ്രഖ്യാപിക്കാനാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം. കേരളം കൂടാതെ തമിഴ്നാട്, പുതുച്ചേരി, ബംഗാൾ, അസം എന്നീ സംസ്ഥാനങ്ങളാണ് തിരഞ്ഞെടുപ്പ്. കേരളം, തമിഴ്നാട്, പുതുച്ചേരി എന്നിവിടങ്ങളിൽ ഒറ്റത്തവണയായി വോട്ടെടുപ്പ് നടത്താനാണ് സാധ്യത. വിഷു, വേനൽ എന്നിവ പരിഗണിച്ച് കേരളത്തിൽ ഏപ്രിൽ 15-നും 30-നും ഇടയിൽ വോട്ടെടുപ്പ് നടത്താനാണ് നീക്കം. കഴിഞ്ഞ തവണ 8 ഘട്ടങ്ങളായി വോട്ടെടുപ്പ് നടന്ന ബംഗാളിൽ ഇത്തവണ 5 ഘട്ടങ്ങളായിരിക്കും വോട്ടെടുപ്പ്. അസമിൽ 3 ഘട്ടമായി തിരഞ്ഞെടുപ്പ് നടത്താനാണ് ആലോചന. പത്തനംതിട്ട കോന്നിയിൽ ഭർത്താവും ഭാര്യയും തമ്മിലുള്ള തർക്കം പരിഹരിക്കാനെത്തിയ ബന്ധു തലയ്ക്കടിയേറ്റ് മരിച്ചു. എലിയറയ്ക്കൽ സ്വദേശി വഹാബാണ് മരിച്ചത്. 52 വയസ്സായിരുന്നു. വഹാബിന്റെ ബന്ധുവായ പെൺകുട്ടിയുടെയും ഭർത്താവിന്റെ വഴക്കിനിടെ ഇടപെട്ടപ്പോഴാണ് സംഭവം. ഇന്നലെ രാത്രിയോടെയാണ് സംഭവം ഉണ്ടായത്. വഹാബിന്റെ സഹോദരിയുടെ മകൾ ജാസ്മിയും ഭർത്താവുമായുണ്ടായ തർക്കവും വഴക്കും പരിഹരിക്കാനെത്തിയതായിരുന്നു വഹാബ്. വഴക്കിനിടയിൽ ഇയാൾക്ക് തലയ്ക്കടി ഏൽക്കുകയായിരുന്നു. ഉടനടി അവിടെ കൂടി നിന്ന ബന്ധുക്കളും അയൽക്കാരും ചേർന്ന് വഹാബിനെ കോന്നി താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. പിന്നീട് ഇയാളുടെ ആരോഗ്യസ്ഥിതി മോശമായതോടെ പത്തനംതിട്ട മുത്തൂറ്റ് ആശുപത്രിയിലേക്ക് മാറ്റി. എങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. വഹാബിന്റെ തലയ്ക്കടിച്ചത് എന്ത് വസ്തു കൊണ്ടാണെന്ന് ഉപദ്രവിച്ചത് ആരെന്നും വ്യക്തമായിട്ടില്ല. സംഭവത്തിൽ പോലീസ് വിശദമായ അന്വേഷണം തുടങ്ങി. ചുറ്റിക വെച്ചാകും അടിച്ചതെന്നാണ് പോലീസ് സംശയം. വഹാബിന്റെ ബന്ധുവിന്റെ ഭർത്താവിനായി പോലീസ് തിരച്ചിൽ ഊർജിതമാക്കി. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വൻ ഇടിവ്. നിലവിൽ പവന് 1,17,840 രൂപ, ഗ്രാമിന് 14,730 രൂപ നിരക്കിലാണ് വ്യാപാരം. വിപണി വില 1,17,840 രൂപയാണെങ്കിലും 3% GST, പണിക്കൂലി, ഹോൾമാർക്കിംഗ് ചാർജ് എന്നിവ ചേരുമ്പോൾ വില അല്പം ഉയരും. സ്വർണത്തോടൊപ്പം വെള്ളി വിലയും താഴുന്നുണ്ട്. ഗ്രാമിന് 279 രൂപയും 1 കിലോയ്ക്ക് 2,79,800 രൂപയുമാണ് വില. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾ സ്വർണ്ണവില ഉയർത്തുമെന്ന് പ്രവചിക്കപ്പെട്ടെങ്കിലും വമ്പൻ ടിസ്റ്റോടെ വില ഇടിയുകയായിരുന്നു. 2025 നവംബറിന് ശേഷം ഇതാദ്യമായാണ് തുടർച്ചയായി 2 ആഴ്ച സ്വർണ്ണവില കുറയുന്നത്. ഈ ട്രെൻഡ് തുടരുകയാണെങ്കിൽ അധികം വൈകാതെ സംസ്ഥാനത്ത് സ്വർണ്ണവില 1 ലക്ഷത്തിന് താഴെ എത്തുമെന്നാണ് വിലയിരുത്തൽ. സാധാരണയായി യുദ്ധസമയത്ത് സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ സ്വർണ്ണവില ഉയരുകയാണ് പതിവ്. എന്നാൽ ഇത്തവണ പതിവ് തെറ്റി. കൂടെ ഡോളറിന്റെ കുതിപ്പും ഇന്ത്യൻ രൂപയുടെ ഇടിവും സ്വർണ്ണവിലയെ തകർത്തു. നിക്ഷേപകർ സ്വർണ്ണത്തെ ഉപേക്ഷിച്ച് മറ്റ് ലോഹങ്ങളിലേക്ക് ചൂടുമാറ്റം നടത്തിയതും വിലയിൽ പ്രതിഫലിച്ചു. US ഫെഡ് റിസർവ് പലിശ നിരക്കുകൾ ഉടൻ കുറയ്ക്കാൻ സാധ്യതയില്ലെന്ന റിപ്പോർട്ടുകളും തിരിച്ചടിയായി. മകളെ തിരിച്ചെത്തിക്കാൻ ഇടപെടണമെന്നാവശ്യപ്പെട്ട് വൈറൽ സുന്ദരി മൊണാലിസയുടെ പിതാവ്. മധ്യപ്രദേശ് മുഖ്യമന്ത്രി മോഹൻ യാദവിനെയാണ് പിതാവ് സമീപിച്ചിരിക്കുന്നത്. കാമുകനുമായി കേരളത്തിലെത്തി കഴിഞ്ഞ ദിവസമാണ് മൊണാലിസ വിവാഹിതയായത്. മകളെ മതം മാറ്റാനായി തട്ടിയെടുത്തതാണെന്നാണ് പിതാവ് ജയ്സിംഗ് ഭോസ്ലെയുടെ ആരോപണം. മധ്യപ്രദേശിലെ ഗർഗാവ് സ്വദേശിനിയായ മൊണാലിസ ഭോസ്ലെയും UP ബാഗ്പത് സ്വദേശിയായ മുഹമ്മദ് ഫർമാനുമായുള്ള വിവാഹം കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരം പൂവാർ അരുമാനൂർ നയനാർ ദേവക്ഷേത്രത്തിൽ നടന്നത്. വിവാഹത്തിന് വീട്ടുകാർ തടസ്സം നിൽക്കുന്നുവെന്ന പരാതിയുമായി മൊണാലിസ തമ്പാനൂർ പോലീസിനെ സമീപിക്കുകയായിരുന്നു. മൊണാലിസയുടെ പിതാവിനെ പോലീസ് വിളിച്ചു വരുത്തിയെങ്കിലും അദ്ദേഹം വിവാഹത്തിന് സമ്മതിച്ചില്ല. മകളെ കുടുക്കിയതാണെന്ന് കേരളത്തിൽ നിന്ന് മടങ്ങിയെത്തിയ പിതാവ് പറഞ്ഞു. മൊണാലിസയെ മടക്കിക്കൊണ്ടുവരാൻ സഹായിക്കുമെന്ന് ഹിന്ദു ജാഗരൺ മഞ്ച് നേതാക്കൾ പറഞ്ഞു. സെക്രട്ടേറിയറ്റിലേക്ക് കാർ ഓടിച്ചു കയറ്റിയ യുവാക്കൾ പിടിയിലായി. 3 പേരാണ് പിടിയിലായത്. കന്റോൺമെന്റ് ഗേറ്റ് വഴിയാണ് സെക്രട്ടേറിയറ്റിലേക്ക് കാർ ഓടിച്ചു കയറ്റിയത്. സുരക്ഷാ ഉദ്യോഗസ്ഥർ കൈ കാണിച്ചപ്പോൾ കാർ വെട്ടിച്ച് 3 പേരും മദ്യപിച്ച നിലയിലായിരുന്നു. സെക്രട്ടേറിയറ്റിന്റെ ഗേറ്റ് ശ്രദ്ധിച്ചില്ലെന്നാണ് യുവാക്കൾ പോലീസിനോട് പറഞ്ഞത്. ഗൂഗിൾ മാപ്പ് നോക്കി വണ്ടി ഓടിച്ചപ്പോൾ തെറ്റിപ്പോയതാണെന്നും പറഞ്ഞു. എറണാകുളത്ത് നിന്ന് വന്ന യുവാക്കൾ കഴക്കൂട്ടേക്ക് പോകുന്നതിനിടെയായിരുന്നു അബദ്ധം പറ്റിയത്. പശ്ചിമേഷ്യൻ യുദ്ധത്തെ തുടർന്ന് വാണിജ്യ പാചകവാതക സിലിണ്ടറുകളുടെ വിതരണത്തിന് ഏർപ്പെടുത്തിയ നിയന്ത്രണം കേരളത്തിലെ IT ഹബ്ബായ ടെക്നോ പാർക്കിന്റെ പ്രവർത്തനങ്ങളെയും ബാധിക്കും. ക്യാമ്പസിലെ ഭൂരിഭാഗം ഫുഡ് കോർട്ടുകളും റെസ്റ്റോറന്റുകളും പ്രവർത്തനം നിർത്തിയ പശ്ചാത്തലത്തിൽ ജീവനക്കാർക്ക് വർക്ക് ഫ്രം ഹോം അനുവദിക്കുന്നതിൽ കമ്പനികൾ ആലോചന തുടങ്ങി. നിലവിൽ പ്രവർത്തിക്കുന്ന റെസ്റ്റോറന്റുകൾ പരിമിതമായ മെനു മാത്രമാണ് നൽകുന്നത്. ഇത് IT ജീവനക്കാരെ ബാധിച്ചു. ടെക്നോ പാർക്കിലെ പ്രമുഖ കമ്പനിയായ UST ഗ്ലോബൽ അടുത്തയാഴ്ച മുതൽ തങ്ങളുടെ 6000-ഓളം വരുന്ന ജീവനക്കാർക്ക് വർക്ക് ഫ്രം ഹോം നൽകാൻ തീരുമാനിച്ചതായാണ് റിപ്പോർട്ടുകൾ. മറ്റു കമ്പനികളും സമാനമായ ആലോചനയിലാണ്. വാണിജ്യ സിലിണ്ടറുകളുടെ നിയന്ത്രണം കഴക്കൂട്ടത്തെ ഹോസ്റ്റലുകളിലെയും PGകളെയും ബാധിച്ചു. ഇവിടങ്ങളുടെ താമസക്കാർക്ക് ഭക്ഷണം നൽകുന്നതിൽ ബുദ്ധിമുട്ട് നേരിട്ടതോടെ പല ഉടമകളും താമസക്കാരോട് താൽക്കാലികമായി വീടുകളിലേക്ക് മടങ്ങാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ അവസരം മുതലെടുത്ത് ചില റെസ്റ്റോറന്റുകൾ ഭക്ഷണത്തിന് അമിത വില ഈടാക്കുന്നതായും ആരോപണമുണ്ട്. രാജ്യത്തിന്റെ പല ഭാഗങ്ങളും അനധികൃത LPG സിലിണ്ടർ വ്യാപാരം നടക്കുന്നതായി രഹസ്യാന്വേഷണത്തിൽ കണ്ടെത്തി. ഗ്യാസ് സിലിണ്ടറുകൾ പൂഴ്ത്തിവെക്കുകയും ബുക്കിംഗ് സ്ലിപ്പുകൾ ഇല്ലാതെ വിൽക്കുകയും ഉപഭോക്താക്കളിലേക്ക് എത്തുന്നതിന് മുമ്പ് കൃത്രിമം കാണിക്കുകയും ചെയ്യുന്നതായി കണ്ടെത്തി. കരിഞ്ചന്ത ഡീലർമാർ റെസിഡൻഷ്യൽ വീടുകളിൽ ഡസൻ കണക്കിന് സിലിണ്ടറുകൾ സൂക്ഷിക്കുകയും അവ ഉയർന്ന വിലയ്ക്ക് വിൽക്കുകയും ഡെലിവറിക്ക് മുമ്പ് ഓരോ സിലിണ്ടറിൽ നിന്നും ചെറിയ അളവിൽ ഗ്യാസ് ചോർത്തുകയും ചെയ്യുന്നതായി അന്വേഷണത്തിൽ കണ്ടെത്തി. ഗൾഫ് പ്രതിസന്ധിയെ തുടർന്ന് പാചകവാതക ലഭ്യതയെക്കുറിച്ചുള്ള ഉപഭോക്തൃ ഉത്കണ്ഠ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലും ഡെലിവറി സമയക്രമത്തിലെ മാറ്റങ്ങളുടെ പശ്ചാത്തലത്തിലുമാണ് വെളിപ്പെടുത്തലുകൾ. വീടുകളിലും വാണിജ്യ സ്ഥാപനങ്ങളിലും LPG വിതരണത്തെക്കുറിച്ചുള്ള ആശങ്കകൾ വർദ്ധിക്കുന്ന സമയത്താണ് അന്വേഷണം. ഇത്തരത്തിൽ പകുതി വാതകം മാത്രം നിറച്ച സിലിണ്ടറുകൾ 2000 രൂപയിൽ കൂടുതൽ വീതമാണ് ഇവർ ഈടാക്കുന്നത്.
വരാനിരിക്കുന്ന 8ാം ശമ്പള കമ്മീഷൻ ഇന്ത്യയിലെ സായുധ സേനയിലെ ഉദ്യോഗസ്ഥരുടെ ഏറ്റവും കുറഞ്ഞ അടിസ്ഥാന ശമ്പളം ഗണ്യമായി വർദ്ധിപ്പിച്ചേക്കുമെന്ന് റിപ്പോർട്ട്. പുതിയ ശമ്പള കമ്മീഷൻ രൂപീകരിക്കുന്നതിന് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ വർഷമാണ് അംഗീകാരം നൽകിയത്. ജനുവരി 1 മുതൽ 8ാം ശമ്പള കമ്മീഷൻ പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട്. ശമ്പള പരിഷ്കരണം സംബന്ധിച്ച കമ്മീഷന്റെ നടപടികൾ പുരോഗമിക്കുകയാണ്. ഇത് 50 ലക്ഷത്തിലധികം കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കും 65 ലക്ഷത്തിലധികം പെൻഷൻകാർക്കും ഗുണം ചെയ്യും. സായുധ സേനയിലെ അംഗങ്ങൾ ഉൾപ്പെടെയുള്ള കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കുള്ള ശമ്പളം, അലവൻസുകൾ, മറ്റ് സേവന അനുബന്ധ ആനുകൂല്യങ്ങൾ എന്നിവ പാനൽ അവലോകനം ചെയ്യും. ആർമി, നേവി, വ്യോമസേന എന്നിവിടങ്ങളിൽ സേവനം അനുഷ്ഠിക്കുന്ന ഉദ്യോഗസ്ഥരെ ശമ്പള പരിഷ്കരണം ഗുണപരമായി ബാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. കമ്മീഷന്റെ ശുപാർശകൾ നടപ്പിലാക്കി കഴിഞ്ഞാൽ സൈനികരുടെ ഏറ്റവും കുറഞ്ഞ അടിസ്ഥാന ശമ്പളം ഏകദേശം 25% മുതൽ 35% വരെ വർദ്ധിക്കുമെന്ന് ആദ്യകാല കണക്കുകൾ സൂചിപ്പിക്കുന്നു. എന്നിരുന്നാലും കൃത്യമായ പരിഷ്കരണം പാനൽ നിർദ്ദേശിക്കുന്ന ഫിറ്റ്മെന്റ് ഘടകത്തെ ആശ്രയിച്ചിരിക്കും. ഓരോ ശമ്പള കമ്മീഷന് കീഴിലും പുതുക്കിയ ശമ്പളം നിർണ്ണയിക്കുന്നതിൽ ഫിറ്റ്മെന്റ് ഘടകം നിർണായക പങ്ക് വഹിക്കുന്നു. മുൻ സൈനികർ ഉൾപ്പെടെയുള്ള പെൻഷൻകാർക്കും ഈ ആനുകൂല്യം കിട്ടാൻ സാധ്യതയുണ്ട്. 8ാം ശമ്പള കമ്മീഷന്റെ ശുപാർശകൾ സായുധ സേനയിൽ നിന്ന് വിരമിച്ച ഉദ്യോഗസ്ഥരുൾപ്പെടെ ഏകദേശം 65 ലക്ഷം പെൻഷൻകാർക്കും പ്രയോജനം കിട്ടുമെന്നാണ് പ്രതീക്ഷ. പെൻഷൻ ക്രമീകരണങ്ങൾക്ക് പുറമെ പെൻഷൻകാർക്കുള്ള ഡിയർനെസ് അലവൻസും കാലക്രമേണ വർദ്ധിച്ചേക്കാം. എല്ലാ സ്ഥാപനങ്ങളിലെ സ്ത്രീകൾക്ക് ശമ്പളത്തോടെയുള്ള ആർത്തവ അവധി അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച റിട്ട് ഹർജി സുപ്രീം കോടതി തീർപ്പാക്കി. എല്ലാ കക്ഷികളുമായി കൂടിയാലോചിച്ച് ആർത്തവ അവധി നയം രൂപപ്പെടുത്തുന്നതിന് ഹർജിക്കാരന്റെ പ്രാതിനിധ്യം പരിഗണിക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോട് കോടതി ആവശ്യപ്പെട്ടു. നിയമനിർമ്മാണം വഴി ആർത്തവ അവധി നിർബന്ധമാക്കുന്നത് സ്ത്രീകളുടെ ജോലിയിൽ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് കോടതി ആശങ്ക പ്രകടിപ്പിച്ചു. സ്ത്രീകളെ ജോലിക്കെടുക്കുന്നതിൽ നിന്ന് തൊഴിലുടമകളെ ഇത് നിരുത്സാഹപ്പെടുത്തുമെന്നും അതുവഴി തൊഴിൽ മേഖലയിൽ അവരുടെ പങ്കാളിത്തത്തെ പ്രതികൂലമായി ബാധിക്കുമെന്നും ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസ് ജോയ് മല്യ ബാഗ്ചി എന്നിവരടങ്ങിയ ബെഞ്ച് അഭിപ്രായപ്പെട്ടു. ഇറാന്റെ പുതിയ പരമോന്നത നേതാവ് മോജ്തബ ഖമനിയെക്കുറിച്ച് വിവരം നൽകുന്നവർക്ക് വൻ തുക പ്രതിഫലം പ്രഖ്യാപിച്ച് US. $10 മില്യൺ വരെയാണ് പ്രതിഫലമായി വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. മുജ്തബ ഖമനിയ്ക്ക് പുറമെ ഇറാൻ ആഭ്യന്തരമന്ത്രി ഉൾപ്പെടെയുള്ളവരെക്കുറിച്ചുള്ള വിവരങ്ങൾ കൈമാറണമെന്നും US-ന്റെ ആവശ്യം. പശ്ചിമേഷ്യയിൽ ആക്രമണങ്ങളും പ്രത്യാക്രമണങ്ങളും വർദ്ധിച്ചു വരുന്നതിനിടെയാണ് ഈ നീക്കം. ലോകമെമ്പാടും ഭീകരപ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുകയും സംഘടിപ്പിച്ച് നടപ്പാക്കുകയും ചെയ്യുന്ന ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ വിവിധ ഘടകങ്ങളെ നയിക്കുന്ന വ്യക്തികളാണിത്. ഇവരെക്കുറിച്ചോ മറ്റ് IRGC നേതാക്കളെക്കുറിച്ചോ എന്തെങ്കിലും വിവരം കിട്ടുന്നവർ തങ്ങളെ അറിയിക്കണമെന്നും നിങ്ങൾക്ക് തക്കതായ പ്രതിഫലം ഞങ്ങൾ നൽകുമെന്നുമാണ് റിവാർഡ്സ് ഫോർ ജസ്റ്റിസിന്റെ X അക്കൗണ്ടിൽ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നത്. Xൽ പങ്കുവച്ചിട്ടുള്ള പോസ്റ്റിൽ ഇറാന്റെ പരമോന്നത നേതാവ് മുജ്തബ ഖമനേയി, പരമോന്നത നേതാവിന്റെ ഡെപ്യൂട്ടി ചീഫ് ഓഫ് സ്റ്റാഫ് അലി അസ്കർ ഹിജാസി, ഇറാനിയൻ സുരക്ഷാ മേധാവി അലി ലാരിജാനി എന്നിവരുടെ ചിത്രങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനു പുറമെ ചിത്രങ്ങൾ ലഭ്യമായിട്ടില്ലാത്ത ചില നേതാക്കളുടെ പേരുകളും വിവരങ്ങളും പോസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. US, ഇസ്രായേൽ, ഇറാൻ സംഘർഷം 3ാം ആഴ്ചയിലേക്ക് കടന്നതോടെയാണ് ഈ പാരിതോഷിക പ്രഖ്യാപനം. LPGയുമായി യാത്ര തിരിച്ച ഇന്ത്യൻ കപ്പൽ സുരക്ഷിതമായി ഹോർമുസ് കടലിടുക്ക് കടന്നു. 40,000 മെട്രിക് ടണ്ണിലധികം LPG വഹിച്ചുള്ള കപ്പലാണ് ഹോർമുസ് കടന്നത്. യാതൊരു പ്രശ്നങ്ങളുമില്ലാതെ കപ്പൽ സുഗമമായി ഹോർമുസ് കടലിടുക്ക് കടന്നതായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ അറിയിച്ചു. LPG വഹിച്ചുള്ള മറ്റൊരു കപ്പലും ഉടൻ ഹോർമുസ് കടലിടുക്ക് വഴി ഇന്ത്യയിലേക്ക് എത്തുമെന്നും ബന്ധപ്പെട്ടവർ അറിയിച്ചു. ശിവാലിക് എന്ന കപ്പലാണ് ഇന്ധനവും വഹിച്ച് കടന്നുവന്നത്. സുരക്ഷയ്ക്കായി ഇന്ത്യൻ നാവികസേനയും അകമ്പടിയായുണ്ട്. ഇറാൻ നയതന്ത്ര ചർച്ചകൾക്ക് പിന്നാലെയാണ് ഇന്ത്യയിലേക്കുള്ള കപ്പലുകൾക്ക് ഹോർമുസ് കടലിടുക്ക് കടക്കാനാകുന്നത്. ഹോർമുസ് കടലിടുക്ക് വഴി ഇന്ത്യയിലേക്കുള്ള കപ്പലുകൾക്ക് ഇറാൻ സുരക്ഷിതമായ പാതയൊരുക്കുമെന്ന് ഇന്ത്യയിലെ ഇറാൻ അംബാസിഡർ മുഹമ്മദ് ഫത്താലിയും നേരത്തെ വ്യക്തമാക്കിയിരുന്നു. പശ്ചിമ ഇറാഖിൽ തകർന്നു വീണ US വ്യോമസേനയുടെ ബോയിങ് KC-135 സ്ട്രാറ്റോ ടാങ്കറിലെ 6 ജീവനക്കാരും കൊല്ലപ്പെട്ടതായി US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. മിഡിൽ ഈസ്റ്റിൽ ഇറാനുമായി സംഘർഷം തുടരുന്നതിനിടെ ശേഷിക്കുന്ന 2 ജീവനക്കാരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. അപകടത്തിന്റെ കാരണം US സൈന്യം വ്യക്തമാക്കിയിട്ടില്ല. െങ്കിലും തങ്ങളുടെ വിമാനമാണ് അമേരിക്കൻ വിമാനത്തെ വീഴ്ത്തിയെന്ന ഇറാന്റെ അവകാശവാദം അമേരിക്ക നിഷേധിച്ചു.